എൻ്റെ പേര് സുഭാഷാണ്. സ്വദേശം ഒലവക്കോടാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടായത്. അതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളം ഈ പാലക്കാടുള്ള സകല വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്ന ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് വൈഫിന് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. കാരണം തൈറോയ്ഡ് നേരത്തെ ഉണ്ടായില്ല, തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ട, നിർത്താൻ പറഞ്ഞു. പിന്നെ അവസാനമാണ് ഈ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ പോയിട്ട് കുത്തിവയ്ക്കാൻ നോക്കിയത്. അതിനവർ സ്റ്റാർട്ടിങ്ങിൽ മരുന്ന് കഴിക്കുന്നത് തന്നത് ആദ്യം. അപ്പോൾ തന്നെ അത് ഒരുപാട് പ്രശ്നങ്ങളായി. വയറുവേദന എന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളിലേക്കും കുഴപ്പമില്ല, ഇനി നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ടുള്ള വേണ്ട പറഞ്ഞിട്ട് എല്ലാം നിർത്തി വെച്ചു. അതിനുശേഷമാണ് ഞാൻ പ്രകൃതി ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും. പിന്നെ ഞങ്ങൾ നേരത്തെ നോണം കഴിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം നിർത്തി. ചെറിയ ചെറിയ കാരണം ചെയ്തിട്ടുണ്ടായുള്ളൂ. അതെല്ലാം നിർത്തി. ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ തുടങ്ങി. അതൊക്കെ ചെയ്തപ്പോൾ തന്നെ ശരീരത്തിൽ നല്ല മാറ്റം വന്നു. നോർമലൊരു കുട്ടി ഉണ്ടായി. പിന്നെ എന്താ വെച്ചാൽ കുട്ടി നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഈ പ്രകൃതി ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടാണ് ആ കുട്ടി ഉണ്ടായത്. അപ്പോൾ തന്നെ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. സൂപ്രസവമായിരുന്നു. കുട്ടിക്ക് 2-3 വർഷം വരെ ഹോസ്പിറ്റലിൽ പിന്നെ കാണിച്ചിട്ടില്ല കുട്ടീനെ. കാരണം ഒരു പ്രശ്നങ്ങളും ആ കുട്ടിക്ക് ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ കുട്ടി പെട്ടെന്ന് വേറെ ഭക്ഷണ രീതിക്ക് മാറിയപ്പോഴാണ് ഇപ്പോഴാണ് ചെറുതൊരു അസുഖങ്ങൾ വന്നു തുടങ്ങിയത്. അതുവരെ ഒരു കുഴപ്പം കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് എൻ്റെ അനുഭവം ഉള്ളത്. ഞാൻ നേരത്തെ എല്ലാ ഭക്ഷണം കഴിക്കായിരുന്നു. വേവിച്ച ഭക്ഷണം നേരത്തെ വെച്ചാൽ രാവിലെ വെച്ച ഭക്ഷണം വൈകുന്നേരം കഴിക്കും. അതൊക്കെ തന്നെയായിരുന്നു സാധാ ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നോണൊക്കെ എത്ര വട്ടം കഴിക്കും അങ്ങനെയായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾക്ക് നോൺ ഫുള്ളായി ഒഴിവാക്കിയത്. നോൺ തൊടാറില്ല. പിന്നെ തന്നെ രാവിലെ വെച്ച ഭക്ഷണങ്ങൾ വൈകിട്ട് കഴിക്കാറില്ല. രാവിലെ മുളപ്പിച്ച പയറുകൾ, പിന്നെ ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ ഇളനീര്, ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് വന്ന ശേഷം 5 പൈസ ചിലവാക്കിയിട്ടില്ല.